വേണ്ടടാ ശിവൻ കിടക്ക. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പെരുന്നാൾ നോമ്പും എല്ലാം അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ ഇതാ നമുക്കിനി ചായയും കടിയും ചോറും കൂട്ടാൻ എന്താ കടി എന്താ അങ്ങനെ ആലോചിച്ച് നിൽക്കണം അല്ലേ. ഇനിയിപ്പോൾ മറ്റേത് നോമ്പാവുമ്പോൾ നമുക്ക് രാവിലെ എണീക്കാനും നല്ലൊരു സുഖമാണ്. എന്നും ഉണ്ടാക്കണ്ടല്ലോ, എന്താ ആലോചിച്ചുകൊണ്ട് ഇങ്ങോട്ട് നീച്ചാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഞാനിന്ന് കുറച്ച് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അധികം ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ആർക്കും അധികം ഒന്നും വേണ്ട, ഓരോന്നും തന്നെ കേട്ടോ. 1 or 2 ചപ്പാത്തി, ആകെ 8 ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമുക്ക് രാവിലെ ഒന്നും വിശപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നോമ്പാവുകൊണ്ട് നമുക്ക് അങ്ങനെ ശീലമായില്ല. ഇനി ഇങ്ങോട്ട് 2-3 ദിവസമൊക്കെ കഴിയണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ കറി ഇപ്പോൾ എന്താ ഉണ്ടാക്കുക ആലോചിച്ചിട്ട് കറിക്ക് ഇനിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചപ്പാത്തിക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചട്നി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അന്തം വിടണ്ട, നമ്മളെ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നിയില്ലേ അത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചട്നിയൊക്കെ കഴിക്കും കേട്ടോ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൊണ്ടു. ചിലർക്ക് ഞങ്ങൾ പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ ചട്നി കഴിക്കും. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ ഞാൻ വേഗം ചുട്ടെടുത്തേക്കണ്. ഇനി കുറച്ച് ചായയും കൂടെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പാലൊക്കെ ഇതാ നമ്മൾ കരണ്ടടുപ്പിൽ വെച്ച് തിളച്ച് ഞാൻ കുറച്ച് പൊടി ഇങ്ങോട്ട് കൊട്ടി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ പൊടിയിലൊന്നും സ്പൂണൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ പൊടിൻ്റെ കുപ്പികളിലൊന്നും അങ്ങോട്ട് കൊട്ടി കൊടുക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതാ ഇതിപ്പോൾ 2 ദിവസമല്ല, തലേന്നത്തെ മോരും കറി ആയിരുന്നു കേട്ടോ. തലേദിവസം മോരും കറിയും ബീഫ് വരട്ടിയും അങ്ങനത്തെ സിമ്പിൾ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇറച്ചി മീനും ഒന്നിനും പൂതിയില്ല കേട്ടോ. ഒന്ന് ബിരിയാണിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മതിയാക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് ഉണക്കലങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാനുള്ള കറിയും ആ മോരും കറി തന്നെയാണ് കേട്ടോ. ഒന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകണം. അപ്പോൾ അതാ നമ്മൾ ചട്നിയൊക്കെ ഒന്ന് അരച്ചെടുത്തേക്കണം. ഒന്ന് കടുക് കൊടുക്കുക, കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചട്നി റെഡിയായി. ഇതങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ വേപ്പിൻ്റെ ലീഫൊക്കെ ഇട്ട് കൊടുത്തേക്കണം. ഇനി നമുക്കത് അങ്ങോട്ട് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചോറ് വെക്കണം. അതുപോലെ ഉണക്കമീൻ കൊണ്ടുവരാൻ പോയിക്കണം കേട്ടോ മോനെ. അപ്പോൾ കൊടുന്നിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് രാവിലത്തെ അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഉണ്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് സെറ്റായിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തിയും ചട്നിയും ചായയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കഴിക്കേണ്ട പരിപാടികളോട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കൊടുക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ അവിടെ പിന്നെ മക്കളൊക്കെ കഴിക്കാൻ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കാത്തിക്കണമെന്നില്ല, നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഒരു 2 ചപ്പാത്തി എടുത്ത് കഴിക്കാൻ പോകാം കേട്ടോ. നമുക്ക് പിന്നെ വിശപ്പ് താങ്ങാൻ കഴിയില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ അതും ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തൊള്ളിക്കൂടെ. അപ്പോൾ എന്തായാലും ഞാനെന്താ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചിട്ട് നമുക്ക് വേറെ പരിപാടികളൊക്കെ നോക്കാണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ അറിയില്ല, ഒരു സുഖമില്ലായ്മ കേട്ടോ. എന്താ അറിയില്ല, ഒരു ക്ഷീണം പോലെയും ഒക്കെ. ചൂട് കൊണ്ടാട്ടോ. രാത്രി ഒന്നും ശരിക്കും ഉറക്കം തന്നെയല്ല, പെരും ചൂടാണ്. ആവി ഇങ്ങനെ ഇറങ്ങുകയാണ്. പകൽ പിന്നെയും നമുക്ക് പുറത്തൊക്കെ കുറച്ച് നേരം എവിടെയെങ്കിലും കാറ്റുള്ള സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യട്ടെ. രാത്രി ഇപ്പം എന്താ കാട്ടുക, രാത്രി കുറേ നിലത്ത് കിടക്കും, പിന്നെ കുറേ ബെഡ് കിടക്കും. ബെഡിലൊന്നും കിടക്കാൻ തന്നെ കഴിയുന്നില്ല കേട്ടോ. നിലമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നനഞ്ഞ തുണിയെടുത്ത് തുടച്ചങ്ങോട്ട് നിലത്ത് അങ്ങോട്ട് കിടക്കും കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ ജനലുകൾ തുറന്നിട്ടിട്ടും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ രാത്രി കഴിച്ചു വിട്ടുണ്ട്. അപ്പോൾ നേരം വെളുക്കുമ്പോഴാണ് ഉറക്കം വരുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഒരു 5 മണി 4 മണിൻ്റെ ആ സമയത്തൊക്കെ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് അപ്പോൾ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീച്ചാനും നേരം വൈകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഉറങ്ങി നീക്കും. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വെച്ചു, ചോറ് ഊറ്റുകയാണ് കേട്ടോ.
അപ്പോൾ ചോറ് നമുക്ക് പള്ളിക്കന്ന് കിട്ടിയ അരി കേട്ടോ, അതാണെങ്കിൽ നല്ലോണം വേകണം കേട്ടോ. മറ്റേ ജയ അരിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതാ കുക്കറിൽ 2-3 വിസിലൊക്കെ അടുപ്പിച്ച് അങ്ങോട്ട് വെച്ചിരിക്കണ്. പിന്നെ കഞ്ഞിവെള്ളം പിന്നെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇവിടെ ആരും തന്നെ കഞ്ഞിൻ്റെ വെള്ളം കുടിക്കൂല, ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ കളയാറ് കേട്ടോ. പിന്നെയും അധികം ഞാൻ തന്നെ കേട്ടോ കുടിക്കാറുള്ളൂ. ചിലപ്പോൾ ഞാൻ കുറച്ച് തൂക്കപാത്രത്തിൽ നമ്മൾ ഊറ്റുമ്പോൾ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കലക്കി കുടിക്കുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ തന്നെ രക്ഷയുള്ളൂ. പിന്നെ നമുക്ക് എന്താ വെയിലൊക്കെ ആകുമ്പോൾ ഈ മൂത്രച്ചുകൊണ്ട് അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കഞ്ഞിൻ്റെ വെള്ളം ഉപ്പിട്ട് കുടിക്കാതെ, മോരും വെള്ളം അങ്ങനെയൊക്കെത്തെ വെള്ളമൊക്കെ ഇനി നടക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഒന്നും ചായയും കാപ്പിയും അതിനൊന്നും ഇനി പൂതി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഉണക്കമീൻ വെള്ളത്തിലൊക്കെ ഒന്ന് കുതിർത്തിട്ട് ഞാനിതാട്ടോ ഒന്ന് നേരാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് മുളക് പൊടി മാത്രം കേട്ടോ ഞാനിവിടെ വേറെ ഒന്നും ചേർക്കണില്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പൊരിച്ചെടുക്കും. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഒന്ന് അതിലിട്ട് പൊരിച്ചെടുക്കുമല്ലോ. പച്ചമുളക് ഇടണം, ഉണക്കമീനിൽ പച്ചമുളക് ഇടുക, അതൊരു വേറെ രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു കത്തി കൊണ്ട് ഒന്ന് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. എരിവൊന്നും ഉണ്ടാവില്ല, അധികം എരിവൊന്നും ഉണ്ടാവില്ല. ആ പുളിയല്ല സോറി ഉപ്പിൻ്റെയൊക്കെ ഒരു ഇത് ടേസ്റ്റ് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. എരിവ് അധികം തോന്നിക്കൂല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് അതൊക്കെ ഒന്ന് റെഡിയാക്കി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ അതാ നമ്മൾ ഉണക്കമീനിലുള്ള പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മുളകും ഉണക്കലും എല്ലാം അതങ്ങോട്ട് ആയി തന്നെ കേട്ടോ. അതിൽ കൊള്ളൂലായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ട് പൊരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാനിൽ പൊരിക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ, അടിപ്പൊടിക്കുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫുൾ ടൈമും ഇതന്നെയാണ് ഇട്ട് എടുക്കാറ്. അപ്പോൾ എന്തായാലും ഇതാ അങ്ങനെ എല്ലാതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അത് പൊരിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് ക്ലിയർ ആയിക്കോളും. അങ്ങനെ നമ്മളെ ചോറും കൂട്ടാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയായപ്പോൾ നമ്മൾ അമ്മായിൻ്റെ പെരയ്ക്ക് പോയതാട്ടോ. അവിടെ അമ്മായിൻ്റെ മോളും കുട്ടികളൊക്കെ വന്നിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടീനെ കുറേ ആയിട്ട് കണ്ടിട്ട് അപ്പോൾ അവനെന്ന് കാണാൻ പുതിയപ്പോൾ അങ്ങനെ പോയതാണ്. ചെന്നപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ഒന്നും വന്നില്ല കേട്ടോ, വലിയതല്ല. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായിട്ട് ആൾ നല്ല കമ്പനിയായി, കളിയും ചിരിയും ഒക്കെ തുടങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങളപ്പം പോരാനൊക്കെ കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അമ്മായിൻ്റെ മോൾക്ക് 3 ആൺകുട്ടികളാട്ടോ, അത് 3ാമത്തെ കുട്ടിയാണ്. അപ്പം നമ്മളെ പോലെ തന്നെ 3 ആൺകുട്ടികൾ. പിന്നെ ഇതാ കണ്ടില്ലേ, നല്ല എന്ത് കിട്ടിയാലും വായേക്കാട്ടോ കൊണ്ടുപോകുക. അപ്പം അങ്ങനെ ഇരുന്ന് അവന് നല്ല കമ്പനിയായി എന്തായാലും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പോയിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അമ്മായി നമുക്ക് ചായയും അതുപോലെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി തന്ന് അതൊക്കെ കഴിച്ചിട്ടാട്ടോ നമ്മൾ പോകുന്നത്. ഇതുപോലെ മൂത്ത മോനാണ് കേട്ടോ, അവിടുത്തെ മോളെ. അപ്പോൾ ഓര് ഇങ്ങനെ വീഡിയോ എടുക്കണം, ഓർക്ക് അറിയട്ടെ എനിക്ക് വീഡിയോ ഉള്ള യൂട്യൂബിലുള്ള സംഭവം. അപ്പോൾ ഇവനാണെങ്കിൽ നല്ല എന്തൊക്കെയോ അതിലിട്ട് അങ്ങനെ അവിടുന്ന് പോന്നിട്ട് പിന്നെ നമ്മളിതാട്ടോ നമ്മളെ സ്വന്തം പെരയിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ വീണ്ടും ഉണ്ടാക്കി കുടിച്ചിട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിക്കുക അതൊരു രസമല്ലേ അല്ലേ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. നമ്മളെ ചങ്കുകളാട്ടോ, നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പാടത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ നമ്മളെ പാടമൊക്കെ അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാനും നല്ല സുഖമാട്ടോ, നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പാടത്തേക്ക് പോയപ്പോൾ ഒഴിഞ്ഞ സ്ഥലമല്ലേ. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി പാടത്തേക്ക് വന്ന് അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം അങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരുന്നത് കണ്ടില്ലേ. മരത്തമ്മലൊക്കെ കയറി ഞങ്ങൾ കുറച്ച് നേരം മഞ്ഞുമ്മൽ ബോയ്സൊക്കെ ആയിട്ടോ. നല്ല അടിപൊളിയായിരുന്നു കുട്ടികളപ്പം. അപ്പോൾ നമ്മൾ വലിയവരോട് കൂട്ടുകൂടുന്നതിലേറെ നല്ലത് നമ്മൾ ഇതുപോലെ കുട്ടികളോടാട്ടോ നല്ലത്. എനിക്ക് കുട്ടികളെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ, കാര്യമാണ്. എനിക്കൊരുപാട് അവരൊപ്പം കളിക്കാനും ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ അടിച്ച് പൊളിച്ച് കളിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു നോക്കി കേട്ടോ. ചാച്ചു കയറിയ ഓളെ മറിച്ചിട്ടുണ്ട എടാ. അതെന്താ തെങ്കേ ശിവ തെങ്കേ പാട്ട് പാടി ശിവ. നിക്കായിട്ടില്ല കേട്ടോ. വീട്ടിൽ സൗഖ്യമാ സൗഖ്യമേ പൊൻ
ബാക്കി അറിയത്തില്ല കേട്ടോ. ഇനി മാറുക. കൊറേ മാങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് അവിടെ നിന്ന്. അപ്പോൾ അവിടെ അപ്പുറത്ത് മാങ്ങ അറുത്ത, അപ്പോൾ ഞങ്ങൾ കുറച്ച് മാങ്ങയും തന്നിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ മാങ്ങ കൊണ്ട് പോന്ന് ഒക്കെ മുറിച്ചിട്ട് ഞങ്ങൾ ഉപ്പും മുളകൊക്കെ തിരുമ്പി അങ്ങനെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.